ഹലോ ഫ്രണ്ട്സ്, ഏവർക്കും PSC ടിപ്സ് ആൻഡ് ട്രിക്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ക്ലാസ് തുടങ്ങുന്നതിന് മുന്നേ നമ്മുടെ ക്ലാസ്സിൻ്റെ യൂട്യൂബിലുള്ള നോട്ടിഫിക്കേഷൻസ് കാണുന്നില്ല, അതുകൊണ്ട് തന്നെ ക്ലാസ്സുകൾ കാണാൻ പറ്റുന്നില്ല എന്നുള്ള രീതിയിൽ കുറച്ച് മെസ്സേജസ് വന്നതായിട്ട് മാം പറയുണ്ടായി. അപ്പോൾ അതിനാണ് നമ്മൾ ടെലിഗ്രാം ഫാമിലി പോലെ നമ്മൾ കൊണ്ടുവരുന്നത്. കൃത്യമായിട്ട് ക്ലാസ്സുകൾ ഇടുന്നതിന് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്ന ക്ലാസ്സുകൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കാനാണ് ടെലിഗ്രാം നമ്മൾ ജോയിൻ ചെയ്യാനായിട്ട് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇതുവരെ ക്ലാസ്സുകൾ കിട്ടുന്നില്ല എന്നുള്ള രീതിയിലൊക്കെ കംപ്ലയിൻറ്റ്സ് വന്നു. പിന്നെ അത് ആവർത്തിക്കാതിരിക്കാനായിട്ട് ആരെങ്കിലും ടെലിഗ്രാമിൽ ജോയിൻ ചെയ്തിട്ടില്ല എങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യാം കേട്ടോ. ടെലിഗ്രാമിൻ്റെ ലിങ്ക് നമ്മൾ ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് ക്ലാസ്സുകളുടെ അപ്ഡേഷൻസ് ടെലിഗ്രാമിൽ കിട്ടും. നിങ്ങൾക്ക് ക്ലാസ്സുകളൊന്നും തന്നെ മിസ്സാവാണ്ട് കാണാനായിട്ടും പറ്റും. ഓക്കെ, PSC നടത്തിയ ചില പരീക്ഷകളിലെ പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ലിസ്റ്റ് 1 ലിസ്റ്റ് 2 ചേരുംപടി ചേർക്കുക. താഴെ നൽകിയിരിക്കുന്ന കോഡിന്റെ സഹായത്തോടെ ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക. ലിസ്റ്റ് 1 സാമൂഹ്യ പരിഷ്കർത്താക്കളും ലിസ്റ്റ് 2 അവരുടെ പ്രവർത്തനങ്ങളുമാണ് തന്നിട്ടുള്ളത്. നോക്കാം. 1 ഡോക്ടർ പൽപ്പു. ഈഴവ സമുദായത്തിന്റെ അവകാശങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒട്ടനവധി പേര് ഒപ്പിട്ട ശ്രീമൂലം തിരുനാളിന് സമർപ്പിക്കപ്പെട്ട ഒരു നിവേദനമാണ് ഏത്? ഈഴവ മെമ്മോറിയൽ എന്ന് പറയുന്നത്. ഈ ഈഴവ മെമ്മോറിയൽ സമർപ്പിച്ചത് ആരാണ്? ഈഴവ മെമ്മോറിയലിന് നേതൃത്വം നൽകിയത് ഡോക്ടർ പൽപ്പു ആണ്. അപ്പോൾ ഡോക്ടർ പൽപ്പു ഈഴവ മെമ്മോറിയലുമായിട്ടാണ് കണക്റ്റഡ് ആയിട്ടുള്ളത് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഓപ്ഷൻ എ ബിയുമായിട്ടാണ് കണക്റ്റഡ് ആയിട്ടുള്ളത്. അടുത്തത് ബാരിസ്റ്റർ ജി പി പിള്ളയാണ്. നമുക്കറിയാം, മലയാളി മെമ്മോറിയലിന് നേതൃത്വം നൽകിയ വ്യക്തിയാണ് ബാരിസ്റ്റർ ജി.പി. പിള്ള. തിരുവിതാംകൂറിൽ രാഷ്ട്രീയ പ്രക്ഷോഭത്തിന് തുടക്കം കുറിച്ച സംഭവമാണ് മലയാളി മെമ്മോറിയൽ എന്നത്. അപ്പോൾ മലയാളി മെമ്മോറിയലിന് നേതൃത്വം നൽകിയത് ആരാണ്? ബാരിസ്റ്റർ ജി.പി. പിള്ളയാണ്. സർക്കാർ ജോലികളിൽ തിരുവിതാംകൂറുകാർക്ക് പ്രത്യേക പ്രാതിനിധ്യം ആവശ്യപ്പെട്ടുകൊണ്ട് ജി.പി. പിള്ളയുടെ നേതൃത്വത്തിൽ നടത്തിയിട്ടുള്ള ഒരു മെമ്മോറാൻഡമാണ്. ജി.പി. പിള്ളയുടെ നേതൃത്വത്തിൽ മഹാരാജാവിന് സമർപ്പിക്കപ്പെട്ടിട്ടുള്ള മെമ്മോറാൻഡമാണ് മലയാളി മെമ്മോറിയൽ എന്നത്. മലയാളി മെമ്മോറിയൽ. അപ്പോൾ ജി.പി. പിള്ള, മലയാളി മെമ്മോറിയൽ. ഇത് തിരിഞ്ഞു വരുന്നത് ഡോക്ടർ പൽപ്പു ഈഴവ മെമ്മോറിയലും ബാരിസ്റ്റർ ജി.പി. പിള്ള മലയാളി മെമ്മോറിയലുമാണ്. ഈഴവ മെമ്മോറിയൽ എന്നാണ് സമർപ്പിക്കപ്പെട്ടത്? ഈഴവ മെമ്മോറിയൽ 1896 എന്നാൽ മലയാളി മെമ്മോറിയൽ എപ്പോഴാണ്? മലയാളി മെമ്മോറിയൽ 1891 കേട്ടോ. മലയാളി മെമ്മോറിയൽ സമർപ്പിച്ചത് 1891 ഈഴവ മെമ്മോറിയൽ 1896 രണ്ടാം ഈഴവ മെമ്മോറിയൽ 1900 സമർപ്പിക്കപ്പെട്ടു കേട്ടോ. ഓക്കെ, അപ്പൊ വർഷം മനസ്സിലായല്ലോ. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് ആൻസറിലേക്ക് ആൻസർ കണ്ടെത്താനായിട്ട് പറ്റുമോ നോക്കാം. ഡോക്ടർ പൽപ്പു ഈഴവ മെമ്മോറിയൽ ആണെന്ന് മനസ്സിലായി. A2 2 ഓപ്ഷൻസ് നമുക്കുണ്ട്. അതുപോലെ B4 മനസ്സിലായി. പക്ഷെ അതിൽ നിന്ന് നമുക്ക് ആൻസർ കണ്ടെത്താൻ കഴിയില്ല. അടുത്ത നോക്കാം. വൈകുണ്ഠസ്വാമികളുമായി ബന്ധപ്പെട്ട പ്രവർത്തനം എന്താണ്? വൈകുണ്ഠസ്വാമികൾ നേതൃത്വം നൽകിയ പ്രവർത്തനമാണ് പന്തിഭോജനം അല്ലെങ്കിൽ സമപന്തി ഭോജനം എല്ലാം തന്നെ വൈകുണ്ഠസ്വാമികളുടേതാണ്. സഹോദരൻ അയ്യപ്പൻ മിശ്രഭോജനം എന്ന പ്രവർത്തനത്തിനും നേതൃത്വം നൽകി. മിശ്രഭോജനം നടത്തിയത് ആരാണ്? സഹോദരൻ അയ്യപ്പനാണ്. പന്തിഭോജനം വൈകുണ്ഠസ്വാമികളാണ്. മലയാളി മെമ്മോറിയൽ ജി.പി. പിള്ളയും ഈഴവ മെമ്മോറിയൽ ഡോക്ടർ പൽപ്പുവുമാണ്. ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ ഡി ആണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. താഴെ പറയുന്നവയിൽ ഏതാണ് 1986 പുതിയ വിദ്യാഭ്യാസ നയത്തിന്റെ പ്രത്യേക സവിശേഷതകൾ? ഒന്നാമത്തേത് ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ്. കുട്ടിക്കാലത്തെ പരിചരണവും വിദ്യാഭ്യാസവും ജോലിയിൽ നിന്ന് ബിരുദം വേർപെടുത്തുന്നു. പഠനത്തിന്റെ അടിസ്ഥാന തലങ്ങൾ. ഇവയെല്ലാം തന്നെ അടിസ്ഥാനപരമായ സവിശേഷതകളാണ്. ഏതൊക്കെയാണ്? ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ്, കുട്ടിക്കാലത്തെ പരിചരണവും വിദ്യാഭ്യാസവും, ജോലിയിൽ നിന്നുള്ള ബിരുദത്തിന്റെ വേർപെടുത്തൽ, പഠനത്തിന്റെ അടിസ്ഥാന തലങ്ങൾ. 4 തന്നെ ശരിയാണ്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. 1986 ദേശീയ വിദ്യാഭ്യാസ നയം പ്രഖ്യാപിച്ചത് ഏത് സർക്കാരാണ് എന്ന് ചോദിച്ചേക്കാം. രാജീവ് ഗാന്ധി സർക്കാരാണെന്ന് ഓർത്തിരിക്കുക കേട്ടോ. രാജീവ് ഗാന്ധി സർക്കാരാണ്. ഓക്കെ, അടുത്തത്. താഴെ പറയുന്നവ കാലഗണനാക്രമത്തിൽ ക്രമീകരിക്കുക എന്ന ചോദ്യം ഇപ്പൊ PSC റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നുണ്ട്. പഠിക്കുന്ന സമയത്ത് തന്നെ കാലഗണന എപ്രകാരം എന്ന രീതിയിൽ റിവൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ. നോക്കാം. ഒന്നാമത്തേത് ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനമാണ്. ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനത്തിന്റെ വർഷം ഏതാണ്? വർഷം അറിയുന്നതിന് മുന്നേ എന്തായാലും ഏറ്റവും അവസാനത്തെ പ്രവർത്തനം എന്തായാലും ക്വിറ്റ് ഇന്ത്യ സമരം ആയതുകൊണ്ട് ഒന്നാമത്തേത്, അതായത് ക്വിറ്റ് ഇന്ത്യ എന്നത് ലാസ്റ്റ് ഓപ്ഷൻ ആയിട്ട് വരുന്നതായിരിക്കും ശരിയായിട്ടുള്ളത്. അതായത് 4ാമത്തെ ഓപ്ഷൻ ആയിരിക്കും 1 എന്നതാണ് ഇവിടെ ശരിയായിട്ടുള്ള ഒരു ആൻസർ. അങ്ങനെ നമുക്ക് എലിമിനേറ്റ് ചെയ്യാലോ. എയും ഡിയും എലിമിനേറ്റ് ചെയ്ത് കളഞ്ഞു.
അടുത്ത് നോക്കാം. ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം ഏത് വർഷമാണ്? 1942 1942 ക്വിറ്റ് ഇന്ത്യ സമരം നടക്കുന്നത്. 1942 ക്വിറ്റ് ഇന്ത്യ സമരം നടക്കുന്നതിന് മുൻപായി, തൊട്ടു മുൻപായി നടന്നത് ഏതാണ്? സൈമൺ കമ്മീഷൻ ആണ്. സൈമൺ കമ്മീഷന്റെ വർഷം ഏതാണ്? 1927 1927 സൈമൺ കമ്മീഷൻ. സൈമൺ ഗോ ബാക്ക് എന്ന മുദ്രാവാക്യവുമായി മുന്നോട്ട് വന്ന ഒരു സമരമാണ് സൈമൺ കമ്മീഷനുമായി ബന്ധപ്പെട്ടത്. അഹമ്മദാബാദ് മിൽ സ്ട്രൈക്ക് തൊട്ടു മുന്നേ, അതിനു മുന്നേ ഏതാണ്? ചമ്പാരൻ സത്യാഗ്രഹം. ചമ്പാരൻ സത്യാഗ്രഹത്തിന്റെ വർഷം എന്താണ്? ചമ്പാരൻ സത്യാഗ്രഹം 1917 1917 അഹമ്മദാബാദ് മിൽ സ്ട്രൈക്കും അതുപോലെ ഖേദ സത്യാഗ്രഹവും നമ്മൾ 1918 കണ്ടിട്ടുണ്ട് അല്ലേ? ഓക്കെ, 1918 ഏതാണ്? അഹമ്മദാബാദ് മിൽ സ്ട്രൈക്ക് ആണ്. ചമ്പാരൻ സത്യാഗ്രഹം 1917 സൈമൺ കമ്മീഷൻ 1927 ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് 1942 അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇതിൽ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള ഓർഡർ എന്ന് പറയുന്നത്? 4, 3, 2, 1 എന്നതാണ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ലിസ്റ്റ് 1 ലിസ്റ്റ് 2 ചേരുംപടി ചേർക്കുക. താഴെ നൽകിയിരിക്കുന്ന കോഡിന്റെ സഹായത്തോടെ ശരിയായ ഉത്തരം തിരഞ്ഞെടുത്തെഴുതുക. ലിസ്റ്റ് 1 രചയിതാവും ലിസ്റ്റ് 2 കൃതികളും തന്നിട്ടുണ്ട്. ചേരുംപടി ചേർക്കുക. ഏതാണ് നോക്കാം. ഇതിൽ ഓപ്ഷൻസ് നോക്കുമ്പോൾ നമുക്കറിയാം ഓപ്ഷൻ ബി എന്തായാലും 4 കണക്റ്റഡ് ആയിട്ടുള്ളത്. നമുക്കറിയാം ഒ ചന്തുമേനൻ അല്ലെങ്കിൽ ഒയ്യാരത്ത് ചന്തുമേനോൻ രചിച്ച കൃതിയാണ് ഇന്ദുലേഖ എന്നത്. ഇന്ദുലേഖ ഒ ചന്തുമേനോന്റെ കൃതിയാണ്. മലയാളത്തിലെ ആദ്യത്തെ ലക്ഷണമൊത്ത നോവലാണ് ഇന്ദുലേഖ. അതുകൊണ്ട് ഇതെല്ലാവരും കറക്റ്റ് ആക്കും. ഓപ്ഷനിലും അത് തന്നെയാണ് തന്നിട്ടുള്ളത്. ബാക്കി നോക്കാം. പി ശങ്കുണ്ണിമേനോൻ, ഇളംകുളം കുഞ്ഞൻപിള്ള, സി വി രാമൻപിള്ള എന്നതാണ് മറ്റ് രചയിതാക്കളുടെ പേരുകളായിട്ട് തന്നിട്ടുള്ളത്. സി വി രാമൻപിള്ള രചിച്ച കൃതിയാണ് രാമരാജ ബഹദൂർ എന്നത്. രാമരാജ ബഹദൂർ എന്ന കൃതി സി വി രാമൻപിള്ള രചിച്ച കൃതിയാണ്. സി വി രാമൻപിള്ള രചിച്ച പ്രധാനപ്പെട്ട മറ്റൊരു നോവൽ നമുക്കറിയാലോ, ഏതാണ്? മാർത്താണ്ഡവർമ്മയാണ്. മാർത്താണ്ഡവർമ്മ രചിച്ചതാരാണ്? സി വി രാമൻപിള്ളയാണ്. ഇത് മലയാളത്തിലെ ആദ്യ ചരിത്ര നോവലാണ്. മാർത്താണ്ഡവർമ്മ രചിച്ചതാരാണ്? സി വി രാമൻപിള്ളയാണ്. അദ്ദേഹത്തിന്റെ മറ്റ് 2 പ്രധാനപ്പെട്ട കൃതികളും കൂടി ഓർത്തിരിക്കുക. ധർമ്മരാജ അതുപോലെ പ്രേമാമൃതവും ധർമ്മരാജ, മാർത്താണ്ഡവർമ്മ, രാമരാജ ബഹദൂർ എന്നിവ സി വി രാമൻപിള്ളയുടേതാണ്. ഏതൊക്കെയാണ്? മാർത്താണ്ഡവർമ്മ, രാമരാജ ബഹദൂർ, ധർമ്മരാജ, പ്രേമാമൃതം. രാമരാജ ബഹദൂർ, മാർത്താണ്ഡവർമ്മ, ധർമ്മരാജ, പ്രേമാമൃതം എന്നിവ സി വി രാമൻപിള്ള രചിച്ച പ്രധാനപ്പെട്ട നോവലുകളാണ്. ഓക്കെ ആണോ? അപ്പൊ ഒന്നാമത്തേത് 2 കണക്റ്റഡ് ആയി നമുക്ക് മനസ്സിലായി. അപ്പൊ 2 ഓപ്ഷൻസ് എലിമിനേറ്റഡ് ആയിട്ടുണ്ട്. ബാക്കി നോക്കാം. പി ശങ്കുണ്ണി മേനോൻ രചിച്ച കൃതിയാണ് ഹിസ്റ്ററി ഓഫ് ട്രാവൻകൂർ എന്നത്. ഹിസ്റ്ററി ഓഫ് ട്രാവൻകൂർ എന്ന കൃതി രചിച്ചത് പി ശങ്കുണ്ണി മേനോനാണ്. പി ശങ്കുണ്ണി മേനോൻ രചിച്ച കൃതിയാണ് ഹിസ്റ്ററി ഓഫ് ട്രാവൻകൂർ എന്നത്. ഇത് ആദ്യമായി ഇംഗ്ലീഷ് ഭാഷയിൽ പ്രസിദ്ധപ്പെടുത്തിയ കേരള ചരിത്ര ഗ്രന്ഥമാണ് കേട്ടോ. ആദ്യമായി ഇംഗ്ലീഷ് ഭാഷയിൽ പ്രസിദ്ധപ്പെടുത്തിയ കേരള ചരിത്ര ഗ്രന്ഥമാണ് ഹിസ്റ്ററി ഓഫ് ട്രാവൻകൂർ അല്ലെങ്കിൽ തിരുവിതാംകൂർ ചരിത്രം എന്നത്. അത് രചിച്ചതാരാണ്? പി ശങ്കുണ്ണി മേനോനാണ്. മേനോൻ. ബാക്കിയുള്ളത് ഇളംകുളം കുഞ്ഞൻപിള്ളയാണ്. ഇളംകുളം കുഞ്ഞൻപിള്ള രചിച്ച കൃതിയാണ് ഭാഷയും സാഹിത്യവും നൂറ്റാണ്ടുകളിൽ എന്നത്. ഭാഷയും സാഹിത്യവും നൂറ്റാണ്ടുകളിൽ എന്ന കൃതി രചിച്ചതാരാണ്? ഇളംകുളം കുഞ്ഞൻപിള്ളയാണ്. മലയാള ഭാഷയുടെ ഉദ്ഭവ വികാസങ്ങളെ കുറിച്ചുള്ള പഠനങ്ങൾ നടത്തിയിട്ടുള്ള ഒരു പ്രസിദ്ധനായ ചരിത്രകാരൻ അല്ലെങ്കിൽ ഒരു ഗവേഷകനാണ് ഇദ്ദേഹം. ഇളംകുളം കുഞ്ഞൻപിള്ള. പ്രൊഫസർ ഇളംകുളം കുഞ്ഞൻപിള്ളയുടെ പ്രസിദ്ധമായ ഒരു രചനയാണ് ഭാഷയും സാഹിത്യവും നൂറ്റാണ്ടുകളിൽ എന്നത്. ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ ഡി ആണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. താഴെ പറയുന്നവയിൽ ഏതാണ് 1917 റഷ്യൻ വിപ്ലവവുമായി ബന്ധപ്പെട്ടത്? ഒന്നാമത്തേത് സാർസുകളുടെ ഏകാധിപത്യ ഭരണം. സാർസുകൾ എന്നാൽ എന്താണ്? റഷ്യൻ ഭരണാധികാരികൾ അറിയപ്പെട്ടിരുന്ന പേരാണ് സാർ എന്നത്. റഷ്യൻ ഭരണാധികാരികൾ അറിയപ്പെട്ടിരുന്ന പേരാണ്. അപ്പോൾ ഇതെന്തായാലും റഷ്യൻ റവല്യൂഷനുമായി ബന്ധപ്പെട്ടതാണ് നമുക്കറിയാം. ബോസ്റ്റൺ ടീ പാർട്ടി. ബോസ്റ്റൺ ടീ പാർട്ടി നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഏത് റവല്യൂഷനുമായി ബന്ധപ്പെട്ടാണ് പഠിച്ചത്? ബോസ്റ്റൺ ടീ പാർട്ടി ഏത് വർഷമാണ്?
1773 1773 അമേരിക്കൻ റവല്യൂഷനുമായി ബന്ധപ്പെട്ടാണ് നമ്മളിത് പഠിച്ചിട്ടുള്ളത്. ബോസ്റ്റൺ ടീ പാർട്ടി എന്നാണ് നടന്നത്? തീയതി കൂടി ഓർത്ത് വെക്കണം. 1773 ഡിസംബർ 16 ഡിസംബർ 16 ബോസ്റ്റൺ ടീ പാർട്ടി 1773 ഡിസംബർ 16 1773 ഡിസംബർ 16 ബോസ്റ്റൺ ടീ പാർട്ടി. റഷ്യൻ റവല്യൂഷനുമായി ബന്ധപ്പെട്ടതല്ല, അമേരിക്കൻ വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ്. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടതാണ് ബോസ്റ്റൺ ടീ പാർട്ടി എന്ന് ഓർത്തിരിക്കുക. അപ്പോൾ ഇതെന്തായാലും തെറ്റായിട്ടുള്ള ഒരു ഓപ്ഷനാണ്. അപ്പോൾ രണ്ടുപേരുന്ന ഓപ്ഷൻസ് എല്ലാം കട്ട് ചെയ്ത് കളയുമ്പോൾ തന്നെ നമുക്ക് ഇവിടെ ആൻസർ കിട്ടിയിട്ടുണ്ട്. ബാക്കി നോക്കാം. സോഷ്യലിസ്റ്റ് പാർട്ടികളുടെ രൂപീകരണം. റഷ്യൻ വിപ്ലവത്തിന്റെ പ്രധാനപ്പെട്ട ഫലങ്ങളിൽ ഒന്നായിരുന്നു ലോകത്തിലെ വിവിധ ഭാഗങ്ങളിൽ സോഷ്യലിസ്റ്റ് ആശയങ്ങൾ വ്യാപകമാക്കുക എന്നത്. അതുമായി ബന്ധപ്പെട്ടതാണ് സോഷ്യലിസ്റ്റ് പാർട്ടികളുടെ രൂപീകരണം എന്നതുകൊണ്ട് റഷ്യൻ വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ് സോഷ്യലിസ്റ്റ് പാർട്ടികളുടെ രൂപീകരണം. സ്റ്റാമ്പ്സ് ആക്ട് ഏത് വിപ്ലവവുമായിട്ട് അല്ലെങ്കിൽ റവല്യൂഷനുമായിട്ട് ബന്ധപ്പെട്ടതാണ്? ഇവിടെ തന്നിരിക്കുന്ന ബോസ്റ്റൺ ടീ പാർട്ടിയും സ്റ്റാമ്പ്സ് ആക്ടും രണ്ടും തന്നെ അമേരിക്കൻ റവല്യൂഷനുമായി ബന്ധപ്പെട്ടതാണ്. അമേരിക്കൻ റവല്യൂഷൻ നടക്കുന്ന കാലഘട്ടം ഏതാണ്? 1763-83 കാലഘട്ടത്തിലാണ്. 1763-83 കാലഘട്ടത്തിലാണ് ഏത് അമേരിക്കൻ റവല്യൂഷൻ നടക്കുന്നത്. ഈ 63 തുടങ്ങി തൊട്ടടുത്ത വർഷം 64 1764 ഷുഗർ ആക്ട് കൊണ്ടുവരുന്നത്. ഷുഗർ ആക്ട് അമേരിക്കൻ റവല്യൂഷനുമായി ബന്ധപ്പെട്ടതാണെന്ന് ഓർത്തിരിക്കുക. 1764 ഷുഗർ ആക്ട് കൊണ്ടുവരുന്നത്. രണ്ടാമതായിട്ട് 1765 കൊണ്ടുവന്ന ആക്ടാണ് സ്റ്റാമ്പ്സ് ആക്ട് എന്നത്. ഏതാണ്? 1765 അമേരിക്കൻ റവല്യൂഷനുമായി ബന്ധപ്പെട്ട് കൊണ്ടുവന്നിട്ടുള്ള ഒരു ആക്ട് ആണ് സ്റ്റാമ്പ്സ് ആക്ട് എന്നത്. 1763-83 കാലഘട്ടത്തിലാണ് അമേരിക്കൻ റവല്യൂഷൻ നടക്കുന്നത്. 7 Years War സപ്തവത്സര യുദ്ധങ്ങൾക്ക് ശേഷം വന്നതാണ് അമേരിക്കൻ റവല്യൂഷൻ. 1763-83 കാലഘട്ടത്തിലാണ് അമേരിക്കൻ റവല്യൂഷൻ നടക്കുന്നത്. അതേ തുടർന്ന് തൊട്ടടുത്ത വർഷമാണ് അമേരിക്കൻ റവല്യൂഷനുമായി ബന്ധപ്പെട്ട ഷുഗർ ആക്ട് കൊണ്ടുവരുന്നത്. ഷുഗർ ആക്ട് ഏത് വർഷമാണ്? 1764 തൊട്ടടുത്ത വർഷം 1765 സ്റ്റാമ്പ്സ് ആക്ട് കൊണ്ടുവരുന്നത്. ഓക്കെ, 1764 ഷുഗർ ആക്ട്, 1765 സ്റ്റാമ്പ്സ് ആക്ടും കൊണ്ടുവരുന്നത് അമേരിക്കൻ റവല്യൂഷനുമായി ബന്ധപ്പെട്ടതാണ്. ഇപ്പോൾ നാലാമത്തേത് തെറ്റാണെന്ന് നമുക്ക് മനസ്സിലായി. ഓപ്ഷൻ ബി ആണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. റഷ്യൻ റവല്യൂഷനുമായി ബന്ധപ്പെട്ടത് ഏതൊക്കെയാണ്? സാർസുകളുടെ ഏകാധിപത്യ ഭരണം, സോഷ്യലിസ്റ്റ് പാർട്ടികളുടെ രൂപീകരണം എന്നിവയാണ്. ഓക്കെ, അടുത്തത് ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷന്റെ ഇപ്പോഴത്തെ ഡയറക്ടർ ജനറൽ ആരാണ്? ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ ILO, അതായത് അന്താരാഷ്ട്ര തൊഴിലാളി സംഘടനയുടെ ഇപ്പോഴത്തെ ഡയറക്ടർ ജനറൽ ഗിൽബർട്ട് എഫ് ഹോംഗോ ആണ്. ഗിൽബർട്ട് എഫ് ഹോംബോയ് ആണ് ഇപ്പോഴത്തെ ILOയുടെ അന്താരാഷ്ട്ര സംഘടനയുടെ ഡയറക്ടർ ജനറൽ. ILO അതായത് അന്താരാഷ്ട്ര തൊഴിലാളി സംഘടന ഏത് വർഷമാണ് രൂപീകൃതമായത്? 1919 കേട്ടോ. 1919 ഏത് വർഷമാണ്? ഈ ഒരു വർഷത്തിൽ എന്തൊക്കെ സംഭവങ്ങളാണ് നടന്നിട്ടുള്ളത് നിങ്ങൾക്ക് മനസ്സിൽ ഓർമ്മ വരുന്നൊക്കെ കണക്റ്റഡ് ആയിട്ട് പഠിക്കുക. ഓക്കെ, 1919 ILO രൂപീകൃതമായത്. അതുപോലെ ഈ ILOയുടെ ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷന്റെ ആസ്ഥാനം എവിടെയാണ്? ILOയുടെ ആസ്ഥാനം എവിടെയാണ് വരുന്നത്? ജനീവയാണ് കേട്ടോ. ജനീവയിലാണ് ILOയുടെ ആസ്ഥാനം. ILO രൂപീകൃതമാകാൻ കാരണമായ ഉടമ്പടി ഏതാണ്? ILO അതായത് ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ രൂപീകൃതമാകാൻ കാരണമായ ഉടമ്പടിയാണ് വേഴ്സായി ഉടമ്പടി എന്നത്. വേഴ്സായി കരാറ് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ ILO രൂപീകൃതമാവാൻ കാരണമായ ഉടമ്പടിയാണ് വേഴ്സായി ഉടമ്പടി. അന്താരാഷ്ട്ര തൊഴിലാളി സംഘടനയിലെ അംഗരാജ്യങ്ങളുടെ എണ്ണം എത്രയാണ്? അംഗരാജ്യങ്ങൾ 187 ആണ് കേട്ടോ. 187 അംഗരാജ്യങ്ങളാണ് ILOയ്ക്ക് ഉള്ളത്. അപ്പൊ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞത്? ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷന്റെ ഇപ്പോഴത്തെ ഡയറക്ടർ ജനറൽ ആരാണ്? ഗിൽബർട്ട് എഫ് ഹോംബോയ് ആണ്. ഏതു വർഷമാണ് ILO രൂപീകൃതമായത്? 1919 ILOയുടെ ആസ്ഥാനം എവിടെയാണ്? ജനീവയാണ്. രൂപീകൃതമാവാൻ കാരണമായ ഉടമ്പടി ഏതാണ്? വേഴ്സായി ഉടമ്പടിയാണ്. മൊത്തം അംഗരാജ്യങ്ങളുടെ എണ്ണം 187 ആണ്. 187. ലിസ്റ്റ് 1 ലിസ്റ്റ് 2 ചേരുംപടി ചേർക്കുക. താഴെ നൽകിയിരിക്കുന്ന കോഡിന്റെ സഹായത്തോടെ ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക. ലിസ്റ്റ് 1 പർവ്വതനിരകളും ലിസ്റ്റ് 2 പർവ്വത ചുരങ്ങളും തന്നിട്ടുണ്ട്. ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് കണ്ടെത്തണം. സോജില പാസ്, ബനിഹാൽ പാസ് എന്നിവ രണ്ടും ജമ്മു കാശ്മീരിലാണ് ഉള്ളത്. സോജില പാസും ബനിഹാൽ പാസും നമുക്കറിയാം.
ഗാർദുങ്ല പാസ് അതുപോലെ ഫോർട്ടുല പാസ് എന്നിവ ലഡാക്കിലുമാണ് സ്ഥിതി ചെയ്യുന്നത്. ഇതിൽ ബനിഹാൽ പാസ് ജമ്മു കാശ്മീരിലാണെന്ന് നമ്മൾ പറഞ്ഞു. ജമ്മുവിനെയും ശ്രീനഗറിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് ബനിഹാൽ പാസ്. ബനിഹാൽ പാസ് ജമ്മുവിനെയും ശ്രീനഗറിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു. ഇന്ത്യയിലെ പിർപ്പഞ്ചൽ പർവ്വതനിരയ്ക്ക് കുറുകെയായിട്ട് ഉയരത്തിലുള്ള ഈ പർവ്വത പാതയാണ് ബനിഹാൽ പാസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യയിലെ പിർപ്പഞ്ചൽ പർവ്വതനിരയുമായി ബന്ധപ്പെട്ടതാണ് ബനിഹാൽ ചുരം എന്നത്. ബനിഹാൽ പാസ് ജമ്മുവിനെയും ശ്രീനഗറിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു. അടുത്തത് സോജില പാസ് ആണ്. സോജില പാസ് എവിടെയാണ്? ജമ്മു കാശ്മീരിലാണ് നമ്മൾ പറഞ്ഞു. ശ്രീനഗറിനെയും കാർഗിലിനെയും തമ്മിലാണ് സോജില പാസ് ബന്ധിപ്പിക്കുന്നത്. ശ്രീനഗറിനെയും കാർഗിലിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് സോജില പാസ്. ബനിഹാൽ പാസ് ജമ്മുവിനെയും ശ്രീനഗറിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു. ജമ്മുവിനെയും ശ്രീനഗറിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നത് ബനിഹാൽ പാസ് ആണ്. സോജില പാസ് ശ്രീനഗറിനെയും കാർഗിലിനെയും തമ്മിലാണ് ബന്ധിപ്പിക്കുന്നത്. കാർഗിലുമായി ബന്ധപ്പെടുത്തുന്നു എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം അത് അത്രയും ആൾട്ടിറ്റ്യൂഡിലുള്ള ഒരു ചുരമാണ്. സോജില ചുരം ഏകദേശം 3528 മീറ്ററോളം ഉയരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും അത് ഗ്രേറ്റർ ഹിമാലയം അല്ലെങ്കിൽ മഹാഹിമാലയവുമായി ബന്ധപ്പെട്ടതാണ്. സോജില ചുരം മഹാഹിമാലയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അടുത്തത് ഏതാണ്? ഗാർദുങ്ല പാസും ഫോർട്ടുല പാസുമാണ്. ഗാർദുങ്ല പാസ് ലഡാക്കിലാണെന്ന് നമ്മൾ പറഞ്ഞു. ലേയെയും അതുപോലെ സിയാച്ചിൻ ഗ്ലേഷ്യറിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് ഗാർദുങ്ല ചുരം. സിയാച്ചിൻ ഗ്ലേഷ്യറിനെയും ലേയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് ഗാർദുങ്ല ചുരം. ഗാർദുങ്ല ലഡാക്കിലെ തന്നെ ഉയരം കൂടിയ ചുരങ്ങളിൽ ഒന്നായതുകൊണ്ട് തന്നെ ഗാർദുങ്ല എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ലഡാക്കുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇപ്പോൾ ഗാർദുങ്ല ലഡാക്ക്. അടുത്തത് സസ്കർ ആണ്. സസ്കർ ഫോർട്ടുല പാസുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഫോർട്ടുല പാസ് ഏത് റേഞ്ചിലാണ്? സസ്കർ നിരയിലാണ്. സോജില പാസ് ഗ്രേറ്റർ ഹിമാലയത്തിലാണ്, മഹാഹിമാലയത്തിലാണ്. സോജില പാസ് ജമ്മു കാശ്മീരിൽ സ്ഥിതി ചെയ്യുന്നു. ശ്രീനഗറിനെയും കാർഗിലിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു. ബനിഹാൽ പാസ് ജമ്മുവിനെയും ശ്രീനഗറിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു. ഗാന്ദുല ചുരം ലേയെയും സിയാച്ചിൻ ഗ്ലേഷ്യറിനെയും ബന്ധിപ്പിക്കുന്നു നമ്മൾ പറഞ്ഞു. അപ്പൊ ഇനി പ്രധാനപ്പെട്ട മറ്റു ചില പാസുകൾ അല്ലെങ്കിൽ ചുരങ്ങൾ കൂടി നോക്കാം. ഏതാണെന്ന്? ഷിപ്കില ചുരം നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. ഷിപ്കില ചുരം ഹിമാചൽ പ്രദേശിലാണ്. ഹിമാചലിനെയും ടിബറ്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് ഷിപ്കില ചുരം. ഹിമാചലിനെയും ടിബറ്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു. ഷിപ്കില ചുരം ഹിമാചൽ പ്രദേശിലാണ്. ഹിമാചലിനെയും ടിബറ്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു ഷിപ്കില ചുരം. റോഹ്താങ് ചുരം നമ്മൾ കേട്ടിട്ടുണ്ട്. റോഹ്താങ് ചുരം എവിടെയാണ്? ഹിമാചൽ പ്രദേശിൽ തന്നെയാണ് റോഹ്താങ് ചുരം. കുളുവിനെയും സ്പിതി താഴ്വരകളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു. കുളുവിനെയും സ്പിതിയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് റോഹ്താങ് താഴ്വര. കുളുവിനെയും സ്പിതിയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് റോഹ്താങ് ചുരം അല്ലെങ്കിൽ റോഹ്താങ് പാസ് എന്നത്. ഹിമാചൽ പ്രദേശിലാണ്. കുളുവിനെയും അതുപോലെ സ്പിതി താഴ്വരയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു. അടുത്തത് ബാരാലച്ചാല പാസ് കേട്ടിട്ടുണ്ടല്ലോ. ബാരാലച്ചാല പാസ് എവിടെയാണ്? അതും ഹിമാചൽ പ്രദേശിൽ തന്നെയാണ്. ലാഹുലിനെയും ലഡാക്കിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് ബാരാലച്ചാല പാസ്. പിന്നെ നമ്മൾ കേട്ടിട്ടുള്ള ഏതാണ്? നാതുല ചുരമാണ്. നാതുല പാസ് എവിടെയാണ്? സിക്കിമിലാണ് കേട്ടോ. സിക്കിമിലാണ്. സിക്കിമിനെയും ടിബറ്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു. നാതുല പാസ് എവിടെയാണ്? സിക്കിമിലാണ്. സിക്കിമിനെയും ടിബറ്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് നാതുല പാസ്. അടുത്തത് ജലപ്ല പാസ് ആണ്. ജലപ്ല ചുരം സിക്കിമിൽ തന്നെയാണ്. സിക്കിമിനെയും ലാസയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് ജലപ്ല ചുരം. ഇപ്പൊ ഏതൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? ഷിപ്കില ചുരം പറഞ്ഞു. എവിടെയാണ്? ഹിമാചൽ പ്രദേശിലാണ്. ഹിമാചൽ പ്രദേശ്. ഹിമാചലിനെയും ടിബറ്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു. റോഹ്താങ് ചുരം എവിടെയാണ്? അതും ഹിമാചലിൽ തന്നെയാണ്. ഏതൊക്കെ? കുളുവിനെയും സ്പിതി താഴ്വരയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു. അടുത്തത് ബാരാലച്ചാല പാസ് ആണ്. ഹിമാചൽ പ്രദേശിൽ തന്നെയാണ്. ലാഹുലിനെയും ലഡാക്കിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു. ലാഹുൽ, ലഡാക്ക് എന്നിവയെ ബന്ധിപ്പിക്കുന്ന ചുരമാണ് ബാരാലച്ചാല പാസ് എന്നത്. അപ്പൊ മൂന്നും തന്നെ ഹിമാചൽ പ്രദേശിലാണ്. അടുത്തത് നാതുല പാസും അതുപോലെ പിന്നെ നമ്മൾ പഠിച്ചത് രണ്ട് ചുരങ്ങളാണ്. ഏതൊക്കെ? നാതുല പാസും ജലപ്ല പാസും രണ്ടും സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? സിക്കിമിൽ തന്നെയാണ്. സിക്കിമിനെയും ടിബറ്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് നാതുല പാസ്. സിക്കിമിനെയും ലാസയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നത് ജലപ്ല പാസുമാണ്. ഓക്കെ ആണോ? അടുത്തത്
ഭൂമിയുടെ പുറന്തോടിനെ കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരിയായിട്ടുള്ളത്? ഭൂമിയുടെ പുറന്തോടിനെ കുറിച്ചുള്ള ചോദ്യമാണ്. ഒന്നാമത്തേത്, പുറന്തോട് എന്നാൽ ക്രസ്റ്റ് ആണെന്നറിയാലോ. കോണ്ടിനെന്റൽ പുറന്തോടിനെ അപേക്ഷിച്ച് ഓഷ്യാനിക് പുറന്തോടിന് കനം കുറവാണ് എന്നാണ് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്. കോണ്ടിനെന്റൽ പുറന്തോടിനെ അപേക്ഷിച്ച് ഓഷ്യാനിക് പുറന്തോട് കനം കുറഞ്ഞതാണ്. എന്താണ് ഈ ഭൂവൽക്കം അല്ലെങ്കിൽ ഈ ഒരു പുറന്തോട് എന്നത്? ഇത് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് അതുപോലെ തന്നെ ചോദിച്ചിട്ടുണ്ട്. ശിലാനിർമ്മിതമായ കട്ടിയുള്ള ഭാഗമാണ് ഭൂവൽക്കം എന്നത്. ശിലാനിർമ്മിതമായ കട്ടിയുള്ള ഭാഗമാണ് ഭൂവൽക്കം. സ്റ്റേറ്റ്മെന്റ് ഇതുപോലെ തന്നെ PSC ചോദിച്ചിട്ടുണ്ട് കേട്ടോ, ഓർക്ക. ശിലാനിർമ്മിതമായ കട്ടിയുള്ള ഭാഗമാണ് ഭൂവൽക്കം എന്നത്. ഭൂമിയുടെ ഏറ്റവും പുറമേയുള്ള ഖരഭാഗമാണ് ഏത്? ഭൂവൽക്കം. ഈ ഭൂവൽക്കത്തിന്റെ കനം എല്ലായിടത്തും ഒരുപോലെ ആയിരിക്കില്ല. അതില് സമുദ്ര ഭൂവൽക്കത്തിന് വൻകര ഭൂവൽക്കത്തെ അപേക്ഷിച്ച് കനം കുറവായിരിക്കും. ഓഷ്യാനിക് പുറന്തോടിന് കനം കുറവായിരിക്കും. കോണ്ടിനെന്റൽ പുറന്തോടിന് കനം കൂടുതലായിരിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഏകദേശം എത്ര ശരാശരി വരും എന്നുള്ളത് പറയാൻ പറ്റുമോ? സമുദ്ര ഭൂവൽക്കത്തിന്, അതായത് ഓഷ്യാനിക് പുറന്തോടിന് ഏകദേശം 5 കിലോമീറ്റർ വരെ ഭൂവൽക്കത്തിന്റെ കനം വരുന്നുള്ളൂ. എന്നാൽ വൻകര ഭൂവൽക്കത്തിന്, അതായത് കോണ്ടിനെന്റൽ പുറന്തോടിന് ഏകദേശം 30 കിലോമീറ്ററോളം വരുന്നുണ്ട്. അപ്പൊ അത്രയും വേരിയേഷൻ ഉള്ളത് കൊണ്ട് തന്നെ രണ്ടും ഒരുപോലെ അല്ല എന്നുള്ളതും മനസ്സിലാക്കുക. കോണ്ടിനെന്റൽ പുറന്തോടിനെ അപേക്ഷിച്ച് ഓഷ്യാനിക് പുറന്തോടിന് കനം കുറവാണ് എന്നതും മനസ്സിലാക്കുക. അപ്പൊ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. അടുത്തത്, പ്രധാന പർവ്വത സംവിധാനങ്ങളുടെ പ്രദേശങ്ങളിൽ കോണ്ടിനെന്റൽ പുറന്തോട് കട്ടിയുള്ളതാണ്. ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. അതായത് പ്രധാന പർവ്വതനിരകൾ സ്ഥിതി ചെയ്യുന്ന ഭൂവൽക്ക ഭാഗങ്ങൾ, അതായത് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഹിമാലയ പർവ്വതത്തിന്റെയൊക്കെ ഭാഗത്ത്, ഹിമാലയ പർവ്വതത്തിന്റെയൊക്കെ ഭാഗം വരുമ്പോൾ ഭൂവൽക്കത്തിന് ഏകദേശം, ഇവിടെ നമ്മൾ 30 പറഞ്ഞത്, എന്നാൽ ഏകദേശം ഹിമാലയ പർവ്വതനിരയുടെ ഭാഗത്തൊക്കെ 70 കിലോമീറ്ററോളം കനമുണ്ട് ഭൂവൽക്കത്തിന്. 70 കിലോമീറ്ററോളം കനം വരുന്നുണ്ട് ഭൂവൽക്കത്തിന്. അപ്പോൾ പ്രധാന പർവ്വത സംവിധാനങ്ങളുടെ പ്രദേശങ്ങളിൽ കോണ്ടിനെന്റൽ പുറന്തോട് കട്ടിയുള്ളതാണ് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് ശരിയല്ലേ? ശരിയായിട്ടുള്ളതാണ്. അടുത്തത്, പുറന്തോട് മാൻഡിലിനേക്കാൾ ഉയർന്ന സാന്ദ്രതയുണ്ട്. പുറന്തോടിന് മാൻഡിലിനേക്കാൾ ഉയർന്ന സാന്ദ്രതയുണ്ട് എന്നാണ് സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുള്ളത്. പക്ഷെ ഇത് തെറ്റാണ്. ഏറ്റവും കൂടുതൽ സാന്ദ്രത അല്ലെങ്കിൽ ഡെൻസിറ്റി ഉള്ളത് കോറിനാണ്, അതിനുശേഷം മാൻഡിലിനാണ്, അതേ തുടർന്ന് മാത്രമാണ് ക്രസ്റ്റിന് സാന്ദ്രതയുള്ളത്. ഏറ്റവും കൂടുതൽ സാന്ദ്രതയുള്ളത് കോറിനാണ്, പിന്നീട് മാൻഡിലിനാണ്, അതിനുശേഷം മാത്രമാണ് പുറന്തോടിനുള്ളൂ. അതായത് പുറന്തോട് മാൻഡിലിനേക്കാൾ ഉയർന്ന സാന്ദ്രതയുള്ളതല്ല. അപ്പൊ അത് തെറ്റാണ്. മാൻഡിലിനേക്കാൾ എന്ന ഈ ഒരു പ്രയോഗം തന്നെ തെറ്റാണ്. അപ്പൊ മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ഇതിൽ ഏതൊക്കെയാണ് ശരി? 1ഉം 2ഉം മാത്രമാണ് ശരി. 3 തെറ്റാണ്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ബ്രിട്ടീഷ് ഇന്ത്യയിലെ സെൻട്രൽ ലെജിസ്ലേറ്റീവ് കൗൺസിലും പ്രൊവിൻഷ്യൽ ലെജിസ്ലേറ്റീവ് കൗൺസിലും ബജറ്റ് ചർച്ച ചെയ്യാനും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ചോദ്യങ്ങൾ ഉന്നയിക്കാനും താഴെ പറയുന്ന ഏത് നിയമനിർമ്മാണ പരിഷ്കരണത്തിലൂടെയാണ് നിയമപരമായ അധികാരം നേടിയത്? ഇന്ത്യൻ കൗൺസിലുകളുടെ ആക്ട് 1892 ബ്രിട്ടീഷ് ഇന്ത്യയിലെ സെൻട്രൽ ലെജിസ്ലേറ്റീവ് കൗൺസിലും പ്രൊവിൻഷ്യൽ ലെജിസ്ലേറ്റീവ് കൗൺസിലുകളും ബജറ്റ് ചർച്ച ചെയ്യാനും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ചോദ്യങ്ങൾ ഉന്നയിക്കാനും ഇന്ത്യൻ കൗൺസിലുകളുടെ നിയമം 1892 പ്രകാരമാണ് നിയമനിർമ്മാണ പരിഷ്കരണത്തിലൂടെയാണ് നിയമപരമായ അധികാരം നേടിയെടുത്തത്. ഇന്ത്യൻ കൗൺസിലുകളുടെ നിയമം 1892. 1888 പ്രസിദ്ധീകരിച്ച ഇന്ത്യ എന്ന കൃതി രചിച്ചത് ഇന്ത്യയിലെ താഴെ പറയുന്ന ഇംഗ്ലീഷ് സിവിൽ സർവീസുകാരനാണ്. ഇന്ത്യ എന്ന കൃതി രചിച്ചതാരാണ്? ജോൺ സ്ട്രാച്ചിയാണ്. ജോൺ സ്ട്രാച്ചി 1888 പ്രസിദ്ധീകരിച്ച ഇന്ത്യ എന്ന കൃതി രചിച്ചത് ജോൺ സ്ട്രാച്ചിയാണ്. അദ്ദേഹം ഇംഗ്ലീഷ് സിവിൽ സർവീസുകാരനാണ്. 1642 1651 ഇംഗ്ലീഷ് ആഭ്യന്തര യുദ്ധം താഴെ പറയുന്ന വിഭാഗങ്ങൾ തമ്മിലുള്ള സംഘർഷത്തിൽ നിന്ന് ഉടലെടുത്തതാണ്. 1642 1651 ഇംഗ്ലീഷ് ആഭ്യന്തര യുദ്ധം രാജാവും പാർലമെന്റും തമ്മിലുള്ള സംഘർഷത്തിൽ നിന്നാണ് ഉടലെടുത്തത്. രാജാവും പാർലമെന്റും. 1920 ഏപ്രിൽ 28 നടന്ന 5ാമത് മലബാർ ജില്ലാ രാഷ്ട്രീയ സമ്മേളനത്തിൽ മിതവും തീവ്രവുമായ ഘടകങ്ങൾ കാരണം സംഘടനയുടെ പിളർപ്പ് സാക്ഷ്യം വഹിച്ചു. താഴെ പറയുന്ന സ്ഥലങ്ങളിൽ ഏതാണ് അതിന്റെ വേദി? 1920 ഏപ്രിൽ 28 5ാമത് മലബാർ ജില്ലാ രാഷ്ട്രീയ സമ്മേളനമാണ്. എവിടെ വെച്ചാണ്? മഞ്ചേരിയിൽ വെച്ചാണ്. മഞ്ചേരി. മിതവും തീവ്രവുമായ ഘടകങ്ങൾ കാരണം സംഘടനയുടെ പിളർപ്പിന് സാക്ഷ്യം വഹിക്കുകയും ചെയ്തത് മഞ്ചേരി സമ്മേളനത്തിലാണ്.
കേന്ദ്ര ഗവൺമെന്റിന്റെ അടിയന്തര അധികാരങ്ങളെക്കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരിയായിട്ടുള്ളത്? ഒന്നാമത്തെ പ്രസ്താവന, 3 വ്യത്യസ്ത തരത്തിലുള്ള അടിയന്തര അധികാരങ്ങളാണ് ഇന്ത്യൻ ഭരണഘടനയിലുള്ളത്. ഓക്കെ, അത് ഒന്നാമത്തേത് ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. രണ്ടാമത്തേത്, യുദ്ധം, ബാഹ്യ ആക്രമണം അല്ലെങ്കിൽ സായുധ കലാപം എന്നിവയാൽ ഇന്ത്യയുടെ ഏതെങ്കിലും ഭാഗത്തിന്റെയോ സുരക്ഷയ്ക്ക് ഭീഷണിയുണ്ടെന്ന് ബോധ്യപ്പെട്ടാൽ രാഷ്ട്രപതിക്ക് എപ്പോൾ വേണമെങ്കിലും അടിയന്തരാവസ്ഥ പ്രഖ്യാപനം നടത്താവുന്നതാണ്. ഇതും ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. 1ഉം 2ഉം ശരിയായിട്ടുള്ള പ്രസ്താവനയാണ് കേട്ടോ. ഓപ്ഷൻ സി ആണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത്. അടിയന്തരാവസ്ഥ 3 വിധത്തിലാണെന്ന് നമ്മൾ പറഞ്ഞു. ഏതൊക്കെയാണ്? ദേശീയ അടിയന്തരാവസ്ഥ, സംസ്ഥാന അടിയന്തരാവസ്ഥ, അതുപോലെ സാമ്പത്തിക അടിയന്തരാവസ്ഥ. ദേശീയ അടിയന്തരാവസ്ഥ, നാഷണൽ എമർജൻസി, ആർട്ടിക്കിൾ ഏതിലാണ് പറയുന്നതെന്ന് അറിയാമോ? ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 352 352 നാഷണൽ എമർജൻസിയെ കുറിച്ച് പറയുന്നത്. അതുപോലെ സംസ്ഥാന അടിയന്തരാവസ്ഥ അല്ലെങ്കിൽ സ്റ്റേറ്റ് എമർജൻസി പറയുന്നത് ആർട്ടിക്കിൾ 356 ആർട്ടിക്കിൾ 356 കേട്ടോ. അടുത്തത് സാമ്പത്തിക അടിയന്തരാവസ്ഥയാണ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ എമർജൻസി പരാമർശിക്കുന്നത് ആർട്ടിക്കിൾ 360 ആർട്ടിക്കിൾ 360 ഫിനാൻഷ്യൽ എമർജൻസി പരാമർശിക്കുന്നത്. അങ്ങനെ 3 തരം അടിയന്തരാവസ്ഥയാണ് പ്രഖ്യാപിക്കുന്നത്. അപ്പോൾ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയായത് എങ്ങനെയാണെന്ന് മനസ്സിലായി. ഏത് വിഭാഗത്തിലാണ് അല്ലെങ്കിൽ ഏത് ഭാഗത്തിലാണ് അടിയന്തരാവസ്ഥയെക്കുറിച്ച് പരാമർശിക്കുന്നത്? ഭാഗം 18 ഭാഗം 18 അടിയന്തരാവസ്ഥയെക്കുറിച്ച് പരാമർശിക്കുന്നത്. 18ാമത്തെ അടവാണ് അടിയന്തരാവസ്ഥ എന്ന് കരുതിയാലും കുഴപ്പമൊന്നുമില്ല. 18ാമത്തെ വകുപ്പ് 18ാമത്തെ ഭാഗത്തിലാണ് അടിയന്തരാവസ്ഥയെക്കുറിച്ച് പരാമർശിക്കുന്നത്. 3 തരം അടിയന്തരാവസ്ഥയാണ്. ആർട്ടിക്കിൾ 352 മുതൽ 360 വരെയാണ് അടിയന്തരാവസ്ഥയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദങ്ങളുള്ളത്. അടിയന്തരാവസ്ഥ എന്ന ആശയം കടം കൊണ്ടത് എവിടെ നിന്നാണ്? അടിയന്തരാവസ്ഥ എന്ന ആശയം ഇന്ത്യ കടമെടുത്തിരിക്കുന്നത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിൽ നിന്നാണ്. 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 നിന്നാണ് അടിയന്തരാവസ്ഥ എന്ന ആശയം ഇന്ത്യ കടം കൊണ്ടിട്ടുള്ളത്. ഇതിൽ ഒരു എക്സെപ്ഷണൽ കേസ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു എക്സ്ട്രാ പോയിന്റ് പറയാനുള്ളത്, അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുമ്പോൾ മൗലിക അവകാശങ്ങൾ റദ്ദ് ചെയ്യപ്പെടണം എന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ? ഈ ഒരു ആശയം ഇന്ത്യ കടമെടുത്തിട്ടുള്ളത് ജർമ്മനിയിൽ നിന്നാട്ടോ. വെയ്മർ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് കേട്ടിട്ടില്ലേ? ജർമ്മനിയിൽ നിന്നാണ് ഈ ഒരു ആശയം എടുത്തത്. അടിയന്തരാവസ്ഥയുടെ ആ ഒരു ആശയം കടമെടുത്തിട്ടുള്ളത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ഓഫ് 1935 നിന്നാണെങ്കിലും അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുമ്പോൾ മൗലിക അവകാശങ്ങൾ റദ്ദ് ചെയ്യപ്പെടണമെന്ന ആശയം ഇന്ത്യ കടമെടുത്തിട്ടുള്ളത് ജർമ്മനിയിൽ നിന്നാണ്. വെയ്മർ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുമ്പോൾ മൗലിക അവകാശങ്ങൾ റദ്ദ് ചെയ്യപ്പെടണം എന്ന ആശയം കടമെടുത്തിട്ടുള്ളത്. ഓക്കെ, ഇനി കേരളത്തിൽ എത്ര തവണ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു അറിയാമോ? സംസ്ഥാന അടിയന്തരാവസ്ഥ ആർട്ടിക്കിൾ 356 പ്രകാരമുള്ളത് കേരളത്തിൽ എത്ര തവണ വന്നിട്ടുണ്ട്? കേരളത്തിൽ 7 തവണയാണ് കേട്ടോ. കേരളത്തിൽ 7 തവണ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇന്ത്യയിൽ നാഷണൽ എമർജൻസി അല്ലെങ്കിൽ ദേശീയ അടിയന്തരാവസ്ഥ 3 തവണയാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. 3 തവണ ദേശീയ അടിയന്തരാവസ്ഥയും കേരളത്തിലെ സംസ്ഥാന അടിയന്തരാവസ്ഥ 7 തവണയുമാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഓക്കെ, അടുത്ത ചോദ്യം. ഇന്ത്യൻ ഭരണഘടന 1999 കാർഗിൽ യുദ്ധം ഇന്ത്യക്കും പാകിസ്ഥാനും ഇടയിൽ എന്നും അറിയപ്പെടുന്നു. എന്ത് പേരിലാണ്, ഏത് ഓപ്പറേഷനാണ് കാർഗിൽ യുദ്ധത്തിന് നേതൃത്വം നൽകിയത്? ഓപ്പറേഷൻ വിജയ് ആണ്. ഓപ്പറേഷൻ വിജയ്. 1999 കാർഗിൽ യുദ്ധം ഇന്ത്യക്കും പാകിസ്ഥാനും ഇടയിൽ ഓപ്പറേഷൻ വിജയ് എന്നും അറിയപ്പെടുന്നു. ഇന്ത്യക്കും പാകിസ്ഥാനും തമ്മിൽ 3 മാസത്തോളം നീണ്ടു നിന്ന പോരാട്ടമാണ് കാർഗിൽ യുദ്ധം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഈ കാർഗിൽ യുദ്ധം ജയിച്ച ദിവസം കാർഗിൽ വിജയ് ദിവസമായി ആചരിക്കുന്നത് എന്നാണ്? ജൂലൈ 26 കാർഗിൽ വിജയ് ദിവസമാണ് ജൂലൈ 26. ഓപ്പറേഷൻ വിജയ് എന്ന ഈ ഒരു പേര് മറ്റൊരിടത്തുകൂടി നമ്മൾ കേട്ടിട്ടുണ്ടാവും. പോർച്ചുഗീസുകാരിൽ നിന്ന് ഗോവ പിടിച്ചെടുക്കാനായി നടത്തിയ സൈനിക ഇടപെടലിന്റെ പേരും ഓപ്പറേഷൻ വിജയ് എന്നാണ്. അത് 1961 കേട്ടോ. 1961 പോർച്ചുഗീസുകാരിൽ നിന്ന് ഗോവ പിടിച്ചെടുക്കുന്നതിനായിട്ടുള്ള സൈനിക ഇടപെടൽ ഉണ്ടായത്. അതും ഓപ്പറേഷൻ വിജയ് ആണ്. ഓപ്പറേഷൻ വിജയ്. ഓക്കെ, ഇനി ഓപ്പറേഷൻ ബ്ലാക്ക് തണ്ടർ കേട്ടിട്ടുണ്ടോ? ഓപ്പറേഷൻ ബ്ലാക്ക് തണ്ടർ എന്നത്
സുവർണ ക്ഷേത്രത്തിൽ അതായത് അമൃത്സറിൽ നിന്നും തീവ്രവാദികളെ ഉന്മൂലനം ചെയ്യുന്നതിനായിട്ട് സൈന്യം നടത്തിയിട്ടുള്ള നീക്കമാണ് ഓപ്പറേഷൻ ബ്ലാക്ക് തണ്ടർ. 1988 1988 ഓപ്പറേഷൻ ബ്ലാക്ക് തണ്ടർ. സുവർണ ക്ഷേത്രത്തിൽ നിന്ന് തീവ്രവാദികളെ ഉന്മൂലനം ചെയ്യുന്നതിനായിട്ട് സൈന്യം നടത്തിയ നീക്കമാണ് ഓപ്പറേഷൻ ബ്ലാക്ക് തണ്ടർ. ജമ്മു കാശ്മീരിലെ പ്രത്യേക മേഖലയിൽ നിന്ന് തീവ്രവാദികളെ തുരത്തുന്നതിന് വേണ്ടിയിട്ട് സൈന്യം നടത്തിയ ഇടപെടലുകളാണ് ഓപ്പറേഷൻ ഓൾ ഔട്ട് എന്നത്. ഓപ്പറേഷൻ ഓൾ ഔട്ട് എന്നത് ജമ്മു കാശ്മീരിലെ പ്രത്യേക മേഖലകളിൽ നിന്ന് തീവ്രവാദികളെ തുരത്തുന്നതിനായിട്ട് നടത്തിയ സൈനിക ഇടപെടലാണ് ഓപ്പറേഷൻ ഓൾ ഔട്ട്. അടുത്തത് ഓപ്പറേഷൻ പോളോ ആണ്. ഓപ്പറേഷൻ പോളോയാണ്. നിസാമിൽ നിന്നും ഹൈദരാബാദിനെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കുന്നതിനായിട്ട് നടത്തിയ സൈനിക നീക്കമാണ് ഓപ്പറേഷൻ പോളോ. അത് 1948 നിസാമിൽ നിന്നും ഹൈദരാബാദിനെ ഇന്ത്യൻ യൂണിയനിലേക്ക് ലയിപ്പിക്കുന്നതിന് വേണ്ടി നടത്തിയ സൈനിക നീക്കമാണ് ഓപ്പറേഷൻ പോളോ എന്നത്. അപ്പൊ നമ്മൾ 4 പോയിന്റ്സ് പഠിച്ചു. എന്തൊക്കെയാണ്? ഓപ്പറേഷൻ വിജയ് എന്നത് 1961 നടത്തുകയുണ്ടായി. പോർച്ചുഗീസുകാരിൽ നിന്ന് ഗോവ പിടിച്ചെടുക്കുന്നതിനായിട്ടുള്ള സൈനിക ഇടപെടലാണ് ഓപ്പറേഷൻ വിജയ് 1961. പിന്നീട് നമ്മൾ പറഞ്ഞു ഓപ്പറേഷൻ ബ്ലാക്ക് തണ്ടർ 1988 അമൃത്സറിൽ നിന്ന് അതായത് സുവർണ ക്ഷേത്രത്തിൽ നിന്നും തീവ്രവാദികളെ ഉന്മൂലനം ചെയ്യുന്നതിനായിട്ട് സൈന്യം നടത്തിയ നീക്കമാണ് ഓപ്പറേഷൻ ബ്ലാക്ക് തണ്ടർ എന്നത്. അടുത്തത് ഓപ്പറേഷൻ ഓൾ ഔട്ട് ആണ്. ജമ്മു കാശ്മീരിലെ പ്രത്യേക മേഖലകളിൽ നിന്ന് തീവ്രവാദികളെ തുരത്തുന്നതിന് വേണ്ടി നടത്തിയ സൈനിക ഇടപെടലാണ് ഓപ്പറേഷൻ ഓൾ ഔട്ട് എന്നത്. ഓപ്പറേഷൻ ഓൾ ഔട്ട്. അടുത്തത് ഓപ്പറേഷൻ പോളോ 1948 നടന്നതാണ്. ഓപ്പറേഷൻ പോളോ നിസാമിൽ നിന്നും ഹൈദരാബാദിനെ ഇന്ത്യൻ യൂണിയനിലേക്ക് ലയിപ്പിക്കുന്നതിന് വേണ്ടി നടത്തിയ സൈനിക നീക്കമാണ് ഓപ്പറേഷൻ പോളോ എന്നത്. ചോദ്യം എന്തായിരുന്നു? 1999 കാർഗിൽ യുദ്ധം ഇന്ത്യക്കും പാകിസ്ഥാനും ഇടയിൽ ഓപ്പറേഷൻ വിജയ് എന്നും അറിയപ്പെടുന്നു എന്നതാണ്. ഓക്കെ, സൈനിക യുദ്ധമാണ്. 3 മാസത്തോളം നീണ്ടുനിന്ന ഇന്ത്യക്കും പാകിസ്ഥാനും ഇടയിൽ 3 മാസത്തോളം നീണ്ടുനിന്ന യുദ്ധമാണ് കാർഗിൽ യുദ്ധം. കാർഗിൽ വിജയ് ദിവസമാണ് ജൂലൈ 26 എന്നതും ഓർത്തിരിക്കുക. ഓക്കെ ആണല്ലോ. അപ്പൊ ഇത്രയും ചോദ്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. എല്ലാവർക്കും താങ്ക് യു സോ മച്ച്.